ആരെയാണ് വിളിക്കുന്നത്? മക്കളെ പാല് തരേ കൊണ്ടുവന്ന് നമുക്ക് പോയി പാല് വാങ്ങിച്ചോട്ടോ. ഇനി കുറെ എഴുതാണ്ടമ്മ, അമ്മ ചിത്രം എഴുതി പറ. അവളെ വിളിച്ചോട്ടോ. എന്തൊരു തലകടി. എന്താ അമ്മേ? ആ മക്കളെ പാല് തരേ കൊണ്ടുവന്ന് മക്കളെ അപ്പുറത്തേക്ക് പാല് വാങ്ങിച്ചിട്ടുണ്ടെന്നാണ്. വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ഉണ്ടായിരിക്കാൻ താമസിക്കൂല. നിനക്കൂടെ കളിച്ചുള്ള ചെറുതാതിയല്ല. അവളെങ്കിലും രണ്ടക്ഷരം പഠിക്കട്ടെ. പോയി വാങ്ങിച്ചോണ്ടാ പാല്. ഒരു അനുസരണയില്ല പിള്ളേര്. എത്ര നേരം വെച്ച് നീ പോയിട്ട്? അത് വഴി വെച്ച് റിയെ കണ്ടമ്മ അങ്ങനെ സംസാരിച്ചോണ്ട് നമ്മള് കളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. പാല് ഇന്ന് കഴിക്കാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ്? ഓ ഞാൻ ഉണ്ടാക്കിയില്ല, ബന്ന മാത്രമേ ഉള്ളൂ. ചേച്ചിയോട് വിളിക്ക്, അപ്പൊ പാല് കാച്ചി കൊണ്ടുവരാം. ബന്നെടുത്ത് കഴിക്കാൻ പറ. ചേച്ചി ഇങ്ങോട്ട് വാ, ബന്നെടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു ബൺ ചെറുത്, ഒരു ബൺ വലുത്. അമ്മ എനിക്ക് വേണ്ടിയായിരിക്കും വലിയ ബട്ട് വെച്ചിരിക്കുന്നത്. എന്ത് നോക്കിക്കൊണ്ടിരിക്കണ? പ്ലേറ്റിൽ ബണ്ടിരിക്കണ കണ്ടോ? എടുത്തിരുന്നേ. ഇതെന്തോടി എനിക്ക് ചെറിയ ബൺ, നിനക്ക് വലിയ ബൺ? അത് അമ്മ പറഞ്ഞ് പാല് വയ്ക്കാൻ പോയോണ്ട് ഞാൻ എടുത്ത് വലിയ ബൺ തിന്നാൻ പറഞ്ഞു. അമ്മേ എന്താ പിള്ളേരെ? അമ്മോട് പോയി കിടക്കും. പാല് ലഭിച്ചോണ്ടിരിക്കുന്നത് തറയിൽ പോന്നിപ്പോ വരാം. എന്താ പിള്ളേരെ ഇവിടെ ബഹളം? എന്തോ അമ്മ ഇത്? ഒരാളിന് ചെറിയ ബൺ, ഒരാളിന് വലിയ ബൺ. എന്റെ ദൈവമേ, അടിയുണ്ടാക്കാതെ ഒരു ദിവസം രണ്ടെണ്ണം ഭക്ഷണം കഴിക്കും. നേരെ വെളുത്തപ്പോ തുടങ്ങും ചെറുത് വലുത്, ചെറുത് വലുതെന്നും പറഞ്ഞു. ചേച്ചിയാണോ നീ അലിമ്പ്? നീ എന്റെ കൈന്ന് വാങ്ങിക്കുന്നീന്ന് മേടിക്കും. ഇവിടെ പോണേ, എനിക്ക് വേണ്ട പെണ്ണ്. നിങ്ങളുടെ ഞാൻ തിന്നാമേ. പിന്നെ തീറ്റപ്പണ്ടാര ചേച്ചി ഇത്ര കഴിക്കാൻ ചിത്രരീതി വലുതെടുത്ത് വെച്ചോണ്ടിരിക്കുന്നത്. ഓ ഞാൻ കഴിക്കാൻ എനിക്ക് വിശന്നിട്ട് വയ്യ. എന്നെ ബാക്കി വെക്കുമെങ്കിലാണ് നിന്റെ കൈന്ന് വാങ്ങിക്കായിരിക്കും. നോക്കിക്കോ. ആ റിയായിരിക്കും. നീ എന്തായി താമസിച്ചത്? അതിനെ കടയിൽ പോയിരുന്നെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് സാധനം വാങ്ങിക്കണമെന്ന് പറഞ്ഞു. എവിടെ പൊമ്മ? എവിടെ? ഞാൻ ഇവിടെ എവിടെയാണല്ലോ വെച്ചത്. ചേച്ചി ചേച്ചി എന്തോ ചേട്ടൻ നല്ലൊരു വിളിക്കുന്നത്? ചേച്ചി ഒരു പൊമ്മ എടുത്തായിരുന്നു. ഓനെടുത്താ പട്ടിക്കാട്ടി ഇറങ്ങുന്നത്. ഡാക്ടർ സാധനം നടുകൂടെ നിനക്ക് അറിഞ്ഞൂടെ? എന്റെ പൊമ്മ ആക്രിന്നല്ല വിളിച്ചാണ്ടല്ല. ആ റിയ നീ എപ്പോ വന്നടി? ഇപ്പൊ വന്നതല്ലേ ചേച്ചി? കളിക്കാൻ വന്നതാ? ആ ഇത് താ ചേച്ചി എടുത്തെങ്കിൽ തരണ്ടെന്നാ വിചാരിച്ചത്. റിയ വന്നതിനെ കൂടെ നിനക്ക് തരും. തീറ്റപ്പണ്ടാരോ? ആര്? ഈ സാധനം തന്നെ. ഇതാണോ നീ പറഞ്ഞ ആക്രി? കളിച്ചിട്ടെടുത്ത് സൂക്ഷിച്ച് വെച്ചോളാം. വഴിയിൽ അങ്ങനെ കിടക്കണേ നോക്കിക്കോ. നിന്നെ ഇങ്ങനെ കുട്ടി നീ എവിടെ പോയിരുന്നു ഇത്രയും നേരം? ഒന്ന് കൊണ്ടുവാടി. പിള്ളേരെ ഒന്ന് വെളിയിൽ പോയി കളിക്കോ. ഞാൻ ഈ റൂം അടിച്ച് വൃത്തിയാക്കട്ടെ. ആ ശരി ചേച്ചി. അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം നൽകി ഓടി വന്നു. മക്കളെ ഒന്ന് വന്നേ. ആ അതാ പറഞ്ഞമ്മ. ആ എന്തമ്മ? അതേ ടാങ്കിൽ വെള്ളമില്ലെന്ന് മോട്ടർ ഇട്ടാണ് ബാത്റൂം വഴി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പണിയെടുത്ത് നട്ടലെല്ലാം വേദന എടുക്കണം. നല്ല ഉറക്കം. ഇവിടെ കിടന്ന് ഉറങ്ങാം. അമ്മ നല്ല ഉറക്കം. നമുക്ക് ഇവിടെ തീട്ട് കളിച്ചാലാ? ആടി. അപ്പൊ നീ കിങ്ങിനെ പിടിച്ചോ, ഞാൻ പോയി ബാക്കി സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരാം. ഞാൻ പോയി പാത്രം എടുത്തോണ്ട് വരാമേ. എന്നിട്ട് നിന്റെ അമ്മ കാണില്ലേ? ഇല്ലെങ്കിൽ അമ്മ നല്ല ഉറക്കാം. കിങ്ങിണി കുട്ടി അമ്മ ഇപ്പൊ വരും കേട്ടോ. അയ്യോ ഒരു കാര്യം മറന്നുപോയി, തീപ്പെട്ടി എടുക്കാൻ മറന്നുപോയി. ആ കൊള്ളാം. എടാ നീ അവിടെ തടിച്ച് മാറി ഇങ്ങോട്ടോ. നീ തീരെ ചൂടുണ്ട്. ആ ചൂട് എന്തോന്ന് കടിയിട്ടത്? എനിക്കറിയണ്ട. കൈ കിട്ടിയാലെല്ലാം എടുത്തോണ്ട് വന്നു ഞാൻ. ദൈവമേ അമ്മ എനിക്ക് മുമ്പ് ബന്ധപ്പെട്ടെങ്കിൽ മതിയായിരുന്നു. അയ്യോ ഇനി എന്ത് ചെയ്യാം? എടി എനിക്ക് പേടിയാവുന്നടി. ചേച്ചി വിളിച്ചാലോ? വേണ്ട ചേച്ചി, അമ്മ എടുത്തെന്ന് പറഞ്ഞു. അയ്യോ തീ ആള് കത്തുന്നു. എന്തോ ഒരു കരിഞ്ഞ നാറ്റം വരുന്നല്ല. അമ്മേ ഓടി വാ അമ്മേ, ഇവിടെ തീ പിടിച്ചമ്മേ. അയ്യോ എന്തോ ഇവിടെ. അമ്മ അടിക്കല്ലേ അമ്മ, അമ്മ വെള്ളം വെച്ചതാണ് അമ്മ. അമ്മ അടിക്കല്ലേ അമ്മ. അർഷേ കുറച്ച് വെള്ളം എടുത്തോണ്ടാ. നിനക്ക് വെച്ചിട്ടുണ്ടടി തീരട്ടത്. തീ അണഞ്ഞിട്ട് നിനക്ക് തരാം. അമ്മ അടിക്കല്ലേ അമ്മ, സോറി അമ്മ. എന്തോടി അവിടെ തീ കത്തി പിടിച്ച്? ദൈവമേ നമ്മുടെ കുറെ തല്ല് കിട്ടും. എന്റെ കിങ്ങിണി പൊമ്മ എവിടെ? എന്റെ കിങ്ങിണി പൊമ്മ കാണാനില്ല. ഇത്രയും അമ്മ എനിക്ക് ഓടിച്ചോ. വേറെ കളിയൊന്നും നിനക്ക് അറിഞ്ഞൂടല്ലേ? അമ്മ അടിക്കല്ലേ അമ്മ. പാവ എന്റെ കുഞ്ഞ് ഉറങ്ങി. കിടന്ന് ഉറങ്ങി കടി ഉണ്ടാക്കല്ലേ. കൊതടിയാണ്. കിടക്കാൻ ഏതെങ്കിലും കുറെ പൊമ്മ എടുത്തോണ്ട് വന്നു ഇവള്. എന്റെ പൊമ്മയുടെ എനിക്ക് ഇങ്ങനെ തറയെടുത്ത് കളഞ്ഞിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയാണല്ലേ. എന്റെ അമ്മേ എന്റെ നട്ടല്. നമ്മള് നല്ല ഉറക്കമാണല്ലോ, പിന്നെ എന്നെ ആര് തള്ളിയിട്ടത്?